ഒരു അച്ഛനും മോളും കൂടെ പൂരം കാണാൻ വേണ്ടി പോയതാ. നല്ല തിരക്കുള്ള ആൾക്കൂട്ടത്തിനിടയിലാണ് ഈ അച്ഛനും മോളും നിൽക്കുന്നത്. കുഞ്ഞിനെ താഴെ നിർത്തിയിട്ടാണ് അച്ഛൻ കാഴ്ചകൾ കാണുന്നത്. മോളെ അവിടെ അതാ ഇവിടെ ഇതാ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പലതും കണ്ട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞിന് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് അച്ഛൻ എനിക്ക് ഇതൊന്നും കാണുന്നില്ല എന്ന് കുട്ടി പറയുന്നുണ്ട്. അവസാനം ഈ കുട്ടീനെ എടുത്തിട്ട് അച്ഛന് തോളിൽ വെച്ചിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ കുട്ടിക്ക് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനും അത് ആസ്വദിക്കാനും പറ്റി. ഇതുപോലെ പലപ്പോഴും പല തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ വിട്ടിട്ട് നമ്മൾ ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളൊക്കെ കാണാൻ മറന്നു പോവാറുണ്ട്. ഒരുപക്ഷെ നമ്മളെ ഉള്ളില് മറ്റുള്ള വ്യക്തികൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിരക്കി തിരക്കി നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും കാണാനോ ആസ്വദിക്കാനോ നമുക്ക് പറ്റാറില്ല. ഈ സാധനങ്ങളൊക്കെ അച്ഛൻ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങ് താന്നില്ലേ എന്നതുപോലെ നമ്മൾ ഒന്നങ്ങ് താന്നു കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അതങ്ങ് മറക്കുക, ഒന്ന് പുറത്തു കൊടുത്തിട്ട് നമ്മൾ പിന്നെ അവരെയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഉയർന്ന തോളിലേറ്റി വെച്ചതുപോലെ നമുക്ക് ലൈഫിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാല് അത് നമ്മൾ ഒറ്റയ്ക്കാവുന്നതിന് പകരം അവരെയും കൂടെ ഒന്ന് ചേർത്ത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരെയും ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചില വ്യക്തികൾക്ക് നമ്മൾ അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ അവരോട് സാരല്ല പോട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവർക്ക് ഒരു പക്ഷെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അവരുടെ സാഹചര്യങ്ങളും അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊന്നും അങ്ങനെ ചിന്തിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാവില്ല. നമ്മളും അവരെ പോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഒന്ന് മാറി ചിന്തിച്ച് നമ്മളൊന്ന് താന്നു കൊടുക്കുക, അവർക്കൊന്ന് പുറത്തു കൊടുക്കുക, അവരെയും കൂട്ടുപിടിച്ച് ഒന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബർക്കത്ത് പഠിച്ചും തരും ചെയ്യും. ജീവിതത്തിന്റെ അവസാന നിമിഷമാണ് ഇതെന്ന് ചിന്തിക്കുക. ഈ നിമിഷത്തിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികളോട് നമുക്ക് ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്. ഇവരൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ വന്നിട്ട് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയും, അവൾ എന്നെ അങ്ങനെ ചെയ്തതാ, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞതാ, അവൾ എന്നെ ഇങ്ങനെ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ച് മോശം മാത്രം പറയുന്നതിന് പകരം നമ്മളെക്കുറിച്ച് ഒരുപാട് ആളുകൾ നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന മൊമെന്റിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരോടൊക്കെ ഒന്ന് പുറത്തു കൊടുത്ത് ഒന്ന് സമാധാനത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മരിക്കച്ച് കിടക്കുന്ന നിമിഷത്തിലും നമ്മളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. അതിന് പണി നമ്മൾ ഇന്ന് തുടങ്ങണം.